ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇതൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ്. ഇന്നലെ യാസറിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയുണ്ടായി. അപ്പം വേറൊന്നുമല്ല. അപ്പം കഴിഞ്ഞ 3-4 വീഡിയോയ്ക്ക് മുമ്പേ യാസർ ചെയ്തൊരു വീഡിയോയിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട് അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അരുണ് പോസ് ചെയ്യുന്ന രീതിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അതിനകത്ത് ആണുങ്ങളെ പോലെ പോസ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ ഇരുന്ന് പോസ് ചെയ്യാതെ, അല്ലെങ്കിൽ വികലാംഗരെ പോലെ പോസ് ചെയ്യാതെ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ഇത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അവരെ അപമാനിച്ച പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതൊരു നല്ലൊരു പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ എനിക്ക് തോന്നിയില്ല. അതിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം യാസർ ഇന്നലെ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്, അത് ഞാൻ വളച്ചൊടിച്ചതാണ്, യാസർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അത് വളച്ചൊടിച്ചെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞ സംഭവം എന്നാണ് യാസർ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള അരുണ് ഒരുപാട് വീഡിയോസിനകത്ത് ഈ ലോകത്തുള്ള എല്ലാവരും ബീറ്റകളാണ്, ഇന്ത്യക്കാരെല്ലാം ബീറ്റകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നുമുണ്ട്. അപ്പം ഓക്കെ, എന്തായാലും ഞാനത് അതിനെ പറ്റിയിട്ടൊക്കെ പറയാം, ക്ലാരിഫൈ തരാം. ആദ്യം ഞാൻ ചെയ്ത വീഡിയോയും യാസർ പറഞ്ഞ വീഡിയോയും ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടിട്ട് ചിലപ്പോൾ ഒരുപാട് പേര് കാണാത്തവരുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കാം പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് കമൻ്റ് ഇടുന്നതും. യാസർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക. ഞാൻ അതിനെ റിയാക്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. യാസർ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞായിരുന്നു. അത് വന്നൊരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞു പോയി, ഓക്കെ, അത് തെറ്റായിപ്പോയെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ വിടാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പം യാസർ പറഞ്ഞതും ഞാൻ അന്ന് റിയാക്ട് ചെയ്തതും ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഇനി ഞാൻ പറഞ്ഞതാണ് മിസ്റ്റേക്സ് എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ വീഡിയോ ഞാൻ റിമൂവ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഞാൻ വളച്ചൊടിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാം. ഭൂരിഭാഗം പ്രയോറിറ്റി കമൻറ്റ് കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ റിമൂവ് ചെയ്യാം. എനിക്കതിലൊരു പ്രശ്നമില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ വളച്ചൊടിച്ചാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് കുറവ്? നീ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞല്ലോ. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള രാജേഷ് ധോണി അറിയോ? രാജേഷ് ധോണി ഈ അർണോഡ് ക്ലാസിക്കിൽ വിന്നർ ആയിട്ടുള്ള ആളാണ്. അർണോഡ് ക്ലാസിക്കിൽ മിസ്റ്റർ ഒളിമ്പിയ കഴിഞ്ഞിട്ട് രണ്ടാമത് നടക്കുന്ന മത്സരമാണ് അർണോഡ് ക്ലാസിക്. ഫസ്റ്റ് ബോഡി ബിൽഡിംഗിൽ ഒന്നാമത് നടക്കുന്ന മത്സരമാണ് മിസ്റ്റർ ഒളിമ്പിയ. രണ്ടാമത് നടക്കുന്ന മത്സരമാണ് അർണോഡ് ക്ലാസിക്. അർണോഡിൽ ക്ലാസിക്കിൽ വിന്നർ ആയിട്ടുള്ള അർണോൾഡിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക. അതുപോലെ അർണോൾഡ് ആ ഒരു മെഡൽ പുള്ളിക്ക് കൈമാറുന്ന ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. പുള്ളി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. അയാൾ അത്രയും ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അത്രയും കഷ്ടപ്പെട്ട് അത്രയും ലോകത്തിന്റെ വേൾഡിന്റെ ടോപ്പിൽ വരെ ബോഡി ബിൽഡിങ്ങിന്റെ മേഖലയിൽ എത്തി നിൽക്കണമെങ്കിൽ നീ അതിന് കുറ്റം പറയാൻ നിനക്ക് എന്ത് യാസർ, എന്ത് യോഗ്യത? അത് അവരെല്ലാം കൂടെ ചേർത്തിട്ടാണ് നീ കുറ്റം പറഞ്ഞത്. അയാളെ കുറ്റം പറഞ്ഞതല്ല, അയാൾ പോലെ ഒരുപാട് പേരുണ്ട്. ഇപ്പം ബോഡി ബിൽഡിംഗ് മേഖല ആയിക്കോട്ടെ, അല്ലാതെ മറ്റുള്ള മേഖല ആയിക്കോട്ടെ, ഏത് മേഖലയിൽ നിൽക്കുന്ന ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരായാലും അവരെല്ലാരും കൂടെ ചേർത്തിട്ടാണ് നീ കുറ്റം പറഞ്ഞത് കേട്ടോ. അതെന്തായാലും അതിനോട് ഞാൻ യോജിക്കുന്നില്ല. നീ ആ ഒരു പ്രസ്ഥാനം പറഞ്ഞല്ലോ, അത് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കണം, നിനക്ക് 2 കൈ ഉണ്ട്. ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിരുന്നു. യാസർ പൊതുസമൂഹത്തിൽ മാപ്പ് പറയണം, കാരണം വികലാംഗന്മാരെ അധിക്ഷേപിച്ചെന്ന് പറഞ്ഞ കാര്യം ഒരു വിഷയമായിട്ട്. അരുണിന്റെ വീഡിയോയിൽ അരുൺ ഇരുന്ന് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ആണുങ്ങളെ മാതിരി നീ എണീറ്റ് നിന്ന് നീ പോസ്റ്റ് ചെയ്യുന്നു. പക്ഷെ നിങ്ങളത് വളച്ചൊടിച്ചും കണ്ട് യാസർ വികലാംഗന്മാരെ അധിക്ഷേപിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തായിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു, ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലെ? പക്ഷെ ഇപ്പം നിങ്ങളെ വീട്ടുകാരെ ബാധിക്കുന്ന, എന്റെ വീട്ടുകാരെ ബാധിക്കുന്ന ഒരു വീഡിയോ അരുൺ ചെയ്തിരുന്നു. ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും ബീറ്റകളാണ്, ഒന്നിനും പറ്റാത്ത ജനങ്ങളാണ്, പെരുകാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് അതിനെ പ്രതികരിക്കാനോ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാനോ മുസ്ലിമിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ രണ്ടും മാമനും മച്ചനാണ്, അത് വീഡിയോ നമുക്ക് മനസ്സിലായി. എന്നിട്ട് വീഡിയോയിൽ നിങ്ങൾ ഒന്ന് പറയും ഞാൻ തെറ്റ് കണ്ടാൽ എല്ലായിടത്തും സംസാരിക്കുന്ന ആളാണ്. മനസ്സിലായില്ലേ? ഇതുവരെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറയാത്തൊരു കാര്യം നിങ്ങൾ വളച്ചൊടിച്ച് നിങ്ങൾ വീഡിയോ ചെയ്ത ആളാണ്. പക്ഷെ പൊതുസമൂഹത്തിൽ വന്നിട്ടാണ് അവൻ പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങളൊക്കെ ഒന്നിനും. ഓക്കെ, നിങ്ങൾ വീഡിയോ വ്യക്തമായിട്ട് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ആ വീഡിയോയിൽ യാസർ പറയുന്നുണ്ട്, ആണുങ്ങളെ മാതിരി എണ്ണിച്ചിന്ന് വികലാംഗനെ പോലെ ഇരിക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണിച്ചിന്ന് പോസ് ചെയ്യാൻ. വികലാംഗന്മാര് ആണുങ്ങളല്ലേ? ആണുങ്ങളെ കൂട്ടത്തിൽപ്പെടുന്ന ആൾക്കാർ ആണുങ്ങളല്ലേ വികലാംഗന്മാർ? അവർക്ക് ജന്മന ഈ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് കരുതിയിട്ട് അവർ ആണുങ്ങളല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, നമുക്കും ഓരോരോ പോരായ്മകളുണ്ട്. നമുക്ക് ചിലപ്പം ഹാൻഡിക്യാപ്ഡ് പോലെ എന്തെങ്കിലും ആയിട്ടില്ലെങ്കിലും നമുക്ക് ചിലപ്പം ബുദ്ധിക്ക് കുറവ് കാണും. അത് നമുക്കറിയത്തില്ല, മറ്റൊരാൾ പറയുമ്പോഴാണ് നമുക്കറിയുന്നത്. ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാഴ്ചക്ക് കുറവാണ്. കാഴ്ച കുറവ്, എല്ലാവരെയും കണ്ണിന് കാഴ്ച പെർഫെക്റ്റ് ആണോ? അല്ല.
എനിക്ക് കാഴ്ചക്കുറവുണ്ട്. അതുപോലെ പല പല പ്രശ്നങ്ങളുള്ള ആൾക്കാർ കാണും. അതൊക്കെ ശരീരത്തിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് നമ്മൾ കാഴ്ചയിൽ അത് നല്ല രീതിയിൽ കാണുന്നവരെ നമ്മൾ ഹാൻഡിക്യാപ്ഡ് ഉള്ള ആൾക്കാരെന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് റിയാക്ട് ചെയ്തത്. അതുപോലെ പറയുന്നുണ്ട് പിന്നെയും പറയുന്നുണ്ട് എണ്ണിച്ചിന്ന് വികലാംഗന്മാരെ പോലെ ഇരിക്കാതെ എണ്ണിച്ചിന്ന് പോസ് ചെയ്യാൻ. ആദ്യം ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുന്നുണ്ട്, പിന്നെയും അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോയിൽ വ്യക്തമായിട്ട് കണ്ടല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്തത്. അപ്പം എൻ്റെ ക്ലാരിഫിക്കേഷൻ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ട് അതിനെ വിലയിരുത്തുക. ആ പറഞ്ഞത് ഒരു നല്ല പ്രസ്താവനയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ ആ വീഡിയോ കാണുന്ന ഒരുപാട് ചിലപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കാണുമായിരിക്കാം. ഇന്നിപ്പം ഞാൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന ജിമ്മിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള എത്ര ആൾക്കാർ വന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നറിയോ? അത് കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ അത് കാണുമ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമുക്കൊക്കെ 2 കൈയും 2 കാലും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്നിട്ട് നമ്മൾ മടി പിടിച്ച് കിടന്ന് രാവിലെ എല്ലാം കിടന്ന് ഉറങ്ങുന്നുണ്ട് ജിമ്മിൽ വരുന്ന വർക്കൗട്ട് ചെയ്യാതെ. അവർ രാവിലെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, 2-3 പേര് ഞാൻ നിന്നിരുന്ന ജിമ്മിലുണ്ടായിരുന്നു. അപ്പോൾ അവരെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റമാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആവും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി. അങ്ങനെയുള്ള എത്ര ആൾക്കാർ ബോഡി ബിൽഡിങ് ചെയ്യുന്നുണ്ടെന്നറിയോ? ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ബോഡി ബിൽഡിങ് ചെയ്യുന്നുണ്ടെന്നറിയോ? അപ്പം അത് പറഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത് കേട്ടപ്പോഴത്തേക്കൊരു ഇത് തോന്നി. കാരണം ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട്. പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഫാമിലീസിലുള്ള ആൾക്കാർ, ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനെയുള്ള ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരെയും കുടുംബത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ കാണും. അത് കാണുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം വലിയ ചിന്തിച്ച് കാണും. ആ പറയുന്ന ഒരു ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ഫീൽ ഉണ്ടായി കാണും ഉറപ്പായിട്ടും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ റിയാക്ട് ചെയ്തത്. അല്ലാതെ ഞാൻ ഒന്നും വളച്ചൊടിച്ചിട്ടില്ല. എല്ലാം യാസർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ യാസർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അരുണുമായിട്ട് ബന്ധപ്പെട്ട് അരുൺ ഈ ഇന്ത്യയിലെ മൊത്തം ആൾക്കാരെയും ബീറ്റകളെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അവർ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് യാസർ പറയുന്നു. ഞാൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടെന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ വീഡിയോയിൽ. യാസറിൻ്റെ വീഡിയോ കാണാത്തതിൻ്റെ കുഴപ്പമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അരുൺ ലോക കാര്യങ്ങൾ മൊത്തം ചർച്ച ചെയ്യുന്നുണ്ട്. അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. അരുൺ ഫിറ്റ്നസ്സിനെ പറ്റിയിട്ട് എന്ത് ഉടായ്പ രീതിയിലോ അല്ലെങ്കിൽ എന്ത് ഇതായിട്ട് സംസാരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും വാസ്തവം ഇല്ലാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ റിയാക്ട് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ലോകത്ത് നടക്കുന്ന ഈ ലോകത്ത് യൂട്യൂബിൽ ഓരോ ആൾക്കാണ്ട് ഇപ്പം തന്നെ നമുക്ക് മതം പറയുന്ന രാഷ്ട്രീയം പറയുന്ന എത്ര ചാനലുകളുണ്ട്, മതം പറയുന്ന എത്ര ചാനലുകളുണ്ട്. അതുപോലെ ഓരോരോ മേഖലകളെ വിമർശിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് ചാനലുകാരും ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ചെന്നിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അരുണ് ലോക കാര്യങ്ങൾ പറയുന്നതായിട്ട് ഞാൻ അതിനെ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നിർബന്ധമാണെങ്കിൽ ഞാൻ അത് വേണമെങ്കിൽ ചെയ്യാം. യാസറിന് നിർബന്ധമാണെങ്കിൽ യാസർ പറ, ഞാൻ വേണേൽ അതിന് പ്രതികരിക്കാം. നമ്മൾ ഫിറ്റ്നസ്സുമായിട്ടാണ് പോകുന്നത്. ഫിറ്റ്നസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ജെനറ്റിക്സ് ഓക്കെ, ജെനറ്റിക്സിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് അത് ഓക്കെ, അതും ഫിറ്റ്നസ്സുമായിട്ട് ബന്ധമുണ്ട്. അതിനെ ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. കഴിഞ്ഞ 1-2 വീഡിയോയിൽ ഞാൻ അരുണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളത്. ജെനറ്റിക്സിനെ പറ്റി പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും അങ്ങനെ വീക്ക് ജെനറ്റിക്സ് എന്ന് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യാസർ, നീ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുപോലെ യാസർ പറയുന്നുണ്ട്, എല്ലാ ഇന്ത്യക്കാരെയും ബീറ്റുകളെന്ന് വിളിച്ചിട്ടും ഞാൻ പ്രതികരിച്ചില്ല, അപ്പം മച്ചാനും ആണെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അരുണിൻ്റെ അതേ ചിന്താഗതി ഉള്ള ആളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഞാനും അരുണിനെ പോലെ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ആൾക്കാർ എല്ലാവരും ബീറ്റുകളാണെന്ന് ഞാനും അങ്ങനെ പറയുന്ന ആളാണെന്ന് അവിടെ തെറ്റിദ്ധരിപ്പിക്കുവാണ്. അതാ മച്ചാനും ആണെന്ന് പറയുന്നത്. മനസ്സിലായോ? യാസറെ ഉടായിപ്പിൻ്റെ അങ്ങേയറ്റ ഇറക്കല്ലേ. അത് കണ്ടപ്പോഴേ ആ പോയിന്റ് എനിക്ക് പിടികിട്ടി. തെറ്റിദ്ധരിപ്പിക്കുവാണ്, എന്നെയും കൂടെ
മോശക്കാരനാകാനുള്ള പരിപാടിയാണ് അവിടെ ചെയ്തത്. അപ്പൊ അത് കേട്ടിട്ട് എല്ലാവരും എൻ്റെ മണ്ടയിലോട്ട് വന്ന് പൊങ്കാല കേട്ടെ. ഞാൻ ബീറ്റുകളൊന്ന് വിളിച്ച് അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും അപമാനിച്ചെന്ന് പറഞ്ഞിട്ട് മനസ്സിലായല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി അവിടെ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ് ഇത്. കാരണം എൻ്റെ വീഡിയോസ് നോക്കിയാൽ മതി. ഞാനിപ്പം ഇങ്ങനെ ഞാൻ അന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഞാൻ യാസറും അരുണുമായിട്ടുള്ള വിഷയങ്ങൾ നിർത്തി ഞാൻ എന്തെങ്കിലും കണ്ടന്റ് ഇട്ട് ഞാൻ മുമ്പോട്ട് പൊയ്ക്കോളാന്ന് വിചാരിച്ചു. ഒരു സമയത്ത് ഞാൻ ഈ ചാനൽ നിർത്തിയതാ, സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് പോയതാ. നിങ്ങൾക്കറിയാം, കുറേ മാസം ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടില്ല. പിന്നെ അങ്ങനെ 1-2 കമന്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഒരു പോസിറ്റീവ് എനർജി കിട്ടി. വീണ്ടും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു. കാരണം എൻ്റെ അറിവ് ഞാൻ ഷെയർ ചെയ്യുന്നു. അത് ജെന്യുവനായിട്ടുള്ള അറിവാണ്, അതിനകത്ത് ഒരു ഉടായ്പുമില്ല. ഞാനിപ്പോൾ എൻ്റെ കണ്ടന്റുകൾ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഫിറ്റ്നസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ 100% ഞാൻ പറയുന്നത് കാര്യങ്ങൾ. അത് നിങ്ങൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ ഉടായ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തെളിയിക്കാം, കുഴപ്പമില്ല. യാസറിനും തെളിയിക്കാം. യാസർ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് റിയാക്ട് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ മിണ്ടാതിരിക്കുന്നതെന്ന് യാസർ പറയുന്നുണ്ട്. ധൈര്യമായിട്ട് യാസറിന് വരാം, ധൈര്യമായിട്ട് യാസറിന് വിമർശിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ യാസറിനറിയാലോ, ഈ മേഖലയിൽ നിൽക്കുന്ന യാസറിനറിയാലോ. അപ്പം എന്തെങ്കിലും വിമർശിച്ച് എന്തെങ്കിലും ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ യാസറിന് 100% വിമർശിച്ച് മുമ്പോട്ട് വരാം. അതിന് മറുപടി തരാൻ ഞാൻ ബാധ്യസ്ഥനുമാണ് കേട്ടോ. അപ്പം മച്ചാനും ആണെന്നുള്ളൊരു കാര്യം പറഞ്ഞതിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ അതിനകത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളതും. യാസർ സംബന്ധിച്ചായാലും അരുണ് സംബന്ധിച്ചായാലും. ഇപ്പം അരുണ് ലേറ്റസ്റ്റ് ഇട്ട വീഡിയോസിനകത്തൊക്കെ ഞാൻ പറയുന്നുണ്ട്, അത് യാസർ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കി സംസാരിച്ചേ. ഇപ്പം കഴിഞ്ഞ വീഡിയോസിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടു. ഞാൻ ആ കമൻറ്റ് ഇവിടെ കാണിക്കാം. ഒരു ബ്രോ ഇട്ട കമൻറ്റാണ്, പക്ഷെ അതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്, അതിന് നെഗറ്റീവായിട്ടൊന്നും എടുക്കുന്നില്ല. അപ്പം സാധാരണ എല്ലാവർക്കും തോന്നുന്നതാണ്. കാരണം ഇന്നാക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഇന്നാക്ക് സപ്പോർട്ട് സാധാരണ എല്ലാവർക്കും തോന്നും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, കണ്ടു നോക്ക് ആ കമൻറ്റ്. അപ്പോൾ യാസർ ഈ കമൻറ്റ് വായിച്ചിട്ട് യാസർ പറഞ്ഞ് ഞാനും അരുണും മച്ചാനുമായിട്ട് നിൽക്കുന്നു. മച്ചാനുമായിട്ട് ഒരുമിച്ച് നിന്നിട്ട് അരുണ് പറയുന്നതെല്ലാം എൻ്റെ തലയിലും അടിച്ചിടുവാണ്. ഞാൻ ആദ്യം പറഞ്ഞാൽ അരുണ് ലോക കാര്യങ്ങൾ പറയുന്നതുമായിട്ട് എന്നെ അതിനെ കണക്ട് ചെയ്യില്ല, അതുമായിട്ട് ഞാൻ ബന്ധമില്ല. ജനറ്റിക്സിൻ്റെ കാര്യം അതുപോലെ ഫിറ്റ്നസിൻ്റെ കാര്യം ഇതൊക്കെ പറയുകയാണെങ്കിൽ സംസാരിക്കാം, അതാണ് അതിൻ്റെ ശരി. ഇപ്പോൾ യാസറിനും ഫിറ്റ്നസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അരുണ് ലോക കാര്യത്തിലൂടെ കയറി പോകുന്ന അതിലോട്ടൊന്നും പിടിച്ചു പോകേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പം എൻ്റെ ക്ലാരിഫിക്കേഷൻ ഇതാണ്. അപ്പോൾ തെറ്റിദ്ധാരണകൾ കണ്ടുകൊണ്ടിരിക്കേണ്ട ആൾക്കാരാണ് ചിന്തിച്ച് ചുമ്മാ കണ്ടുകൊണ്ട് അങ്ങും അവിടെ എവിടെയും കണ്ടിട്ട് ചുമ്മാ കമൻ്റ് ഇട്ടിട്ട് ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. കണ്ട ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം അത് നിങ്ങൾ കണ്ടിട്ട് പറ. ഒരു ചാനലിൻ്റെ മുമ്പിൽ വന്നിട്ട് അങ്ങനെ ഒരാൾക്കാരെ കുറ്റം പറയുന്ന ശരി, ഏത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണെങ്കിലും കുറ്റം പറയുന്ന ശരിയല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. ഇനി അതല്ല ഞാൻ വളച്ചൊടിച്ചാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ ഞാൻ റിമൂവ് ചെയ്ത് കളയാം. ഇനി ഞാൻ വളച്ചൊടിച്ചതല്ല, യാസർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യാസർ ആ കാണിച്ചതിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് നിങ്ങൾ പറയുക. അപ്പം അങ്ങനെ ആണെങ്കിൽ ഉറപ്പായിട്ട് യാസർ സോറി ആയിട്ടൊന്നും പറയണ്ട. കാരണം അത് കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ ഫാമിലിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അത് സങ്കടം അത് ഫീലായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇത് തെറ്റായിപ്പോയി ഒരു പ്രസ്താവന മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ആ പറഞ്ഞത് തെറ്റിപ്പോയി, അത് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അത് അങ്ങനെ നെഗറ്റീവായി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കണം, അങ്ങനെ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അല്ല കാലി വീണ് കടന്നിട്ട് ക്ഷമ പറയണമെന്ന് ഞാൻ പറയുന്നില്ല. അതല്ല ആൾക്കാർ ഞാൻ വളച്ചൊടിച്ചതാണ് പറയുവാണെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇത്രയും ഫോളോവേഴ്സിൽ അതിൽ ഓരോ ആൾക്കാരും എൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരും നിങ്ങളാണ്. ഓരോരുത്തരും ഈ ചാനലിലെ ഓരോ സബ്സ്ക്രൈബറും എല്ലാവരും നിങ്ങളാണ്. ഈ ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, അതിൽ ഒരാൾ മാത്രമാണ് ഞാൻ. ഇപ്പം എൻ്റെ ചാനലിൽ ഇത്ര സബ് ഉണ്ടെങ്കിൽ അതിൽ ഒരു സബ്ബാണ് ഞാൻ, ഒരു വ്യക്തിയാണ് ഞാൻ, ബാക്കി എല്ലാവരും നിങ്ങളാണ്. അപ്പം നിങ്ങളാണ് ഈ ചാനലിലെ ആൾക്കാർ കേട്ടോ. അപ്പം നിങ്ങൾ പറയുന്ന മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യൂ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്ത് കളയാം. ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ചതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വീഡിയോ റിമൂവ് ചെയ്ത് കളയാം. അതിനകത്ത് ഒരു പ്രശ്നമൊന്നുമില്ല. എനിക്ക് ആ വീഡിയോ റിമൂവ് ചെയ്ത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതല്ല യാസർ പറഞ്ഞതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യമല്ലെങ്കിൽ, യാസർ പറഞ്ഞത് ചെറിയൊരു ഇതുണ്ടെങ്കിൽ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഭൂരിപക്ഷം നിങ്ങൾ പറയുന്നതനുസരിച്ചാണ്. അത് കേട്ടിട്ടെങ്കിലും യാസർ അതിനെ പറ്റിയിട്ടൊരു ഇത് ചെയ്യണം കേട്ടോ.
അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ തരുമല്ലോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ. നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛനെയും മുത്തച്ഛയും കുപ്പിലാക്കാൻ വേണ്ടി നീയൊക്കെ കൂടി അവന് പറഞ്ഞു കൊടുത്ത കഥകളല്ലേ? ഹരിഹോം ശിവഹോം വേണ്ട, ഉരുളണ്ട പറലണ്ട. കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ നിരവധി കള്ളസ്വാമിമാരെ കണ്ടിട്ടുള്ളവനെ ഞാൻ. 48 മണിക്കൂറിനകം നിന്നെ നിന്റെ കള്ളസ്വാമിയുടെ കള്ളക്കഥകൾ കെട്ടുപൊട്ടിച്ചവിടുന്ന് കെട്ടിച്ചില്ലെങ്കിൽ. എന്റെ പേര് ബാലഗോലാവെന്നല്ല.